ഈ തൊട്ടുപിന്നിലായി കാണുന്നതാണ് ഈ പ്രതിയായിട്ടുള്ള അഫ്സാന്റെ വീട്. അഫ്സാനും വാപ്പയും കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഏറെ കാലങ്ങളായി വിദേശത്തായിരുന്നു. അവിടെ നിന്ന് ഏകദേശം 2 വർഷം മുൻപാണ് ഇവർ തിരികെ എത്തിയത്. അഫ്സാൻ വിസിറ്റിംഗ് വിസയിലാണ് വിദേശത്തേക്ക് പോയത്. അവിടെ നിന്ന് മടങ്ങിയെത്തി വീട്ടിൽ തന്നെയായിരുന്നു താമസം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ അഫ്സാന്റെ സുഹൃത്തായിട്ടുള്ള പെൺകുട്ടിയെ ബൈക്കിൽ പോകുന്നത് കണ്ടതായി സമീപവാസി പറയുന്നത്. അതിനുശേഷം എന്താണ് ഉണ്ടായതെന്നുള്ള സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ഒരു വ്യക്തതയില്ല. പോലീസും അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെയും വ്യക്തമായ ഒരു മറുപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. ഇന്ന് ഏകദേശം 4:30 മണിയോട് കൂടിയാണ് അഫ്സാൻ ഇവിടെ നിന്ന് ഈ കൃത്യം നടത്തിയതിനു ശേഷം ഓട്ടോറിക്ഷയിലാണ് വെഞ്ഞാറമൂട് എത്തി പോലീസ് സ്റ്റേഷനിലെ വിവരങ്ങൾ പോലീസിനെ ധരിപ്പിക്കുന്നത്. അതിനുശേഷം പോലീസ് ഈ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് നാട്ടുകാർ പോലും തൊട്ടടുത്ത വീട്ടിൽ ഇത്രയും ക്രൂരമായ മൃഗീയമായ കൊലപാതകങ്ങൾ നടന്നു എന്നുള്ള കാര്യം നാട്ടുകാർ പോലും അറിയുന്നത്. ഈ അഫ്സാനുമായി ബന്ധപ്പെട്ടുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അഫ്സാൻ ഇത്തരത്തിൽ ഒരു ക്രൂരകൃത്യം ചെയ്യുന്നു എന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്താണ് ഈ അഫ്സാനെ കുറിച്ചുള്ള നാട്ടുകാരുടെ അഭിപ്രായം? ഇപ്പോൾ ഡ്രഗ് അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാമോ? അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നാട്ടുകാർ തന്നെ അടുത്തറിയാവുന്ന ആളുകൾ തന്നെ പറയുന്നു. അപ്പോൾ എന്താണ് ഈ കൊലപാതകത്തിന് കാരണമായത് എന്നുള്ളതിൽ എന്തെങ്കിലും ഒരു ധാരണയുണ്ടോ? അഭിലാഷ്, ഈ അഫ്സാന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് നാട്ടുകാരും അതുപോലെ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അഫ്സാന്റെ പിതാവും ഏറെ വർഷങ്ങളായി വിദേശത്താണ്. അവിടെയായിരുന്നു ഈ കുടുംബവുമൊക്കെ. അവർ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് തിരികെ നാട്ടിലേക്ക് എത്തിയതും വീട് വെച്ചതും ഒക്കെ തന്നെ. അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അഫ്സാനെ സംബന്ധിച്ച് മുൻപ് അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രകൃതമുള്ള ഒരാളോ അല്ലായിരുന്നു അഫ്സാൻ എന്നാണ് അഫ്സാന്റെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് ഇത്രയും മൃഗീയമായ കൊലപാതകം? ഈ ഒരു വീട്ടിൽ നിന്ന് മാത്രം ഏകദേശം 3 പേരുടെ മൃതദേഹങ്ങളും ഉമ്മ ഇപ്പോൾ ഗുരുതരമായ ആശുപത്രിയിൽ, അങ്ങനെ 4 പേരെയാണ് ഈ ഒരു വീട്ടിൽ വെച്ച് തന്നെ അഫ്സാൻ കൊലപാതകം ശ്രമിച്ചത്. മറ്റ് ആ ഒരു പെൺസുഹൃത്തിന്റെ മൃതദേഹം ഉണ്ടായിരുന്നു. അതിന് സമീപത്തായിട്ടാണ് ഇവിടെ നിന്ന് ഏകദേശം ഇസൽപുരം എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങോട്ട് വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് 2 മൃതദേഹങ്ങൾ കൂടി കിട്ടിയിരിക്കുന്നത്. അത് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയുമാണെന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഇത്രയും മൃഗീയമായി 6 പേരെയൊക്കെ തന്നെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു മാനസിക പെൺകുട്ടിയുടെ അച്ഛന്റെ ചേട്ടനും ക്ഷമിക്കണം, ഈ മറ്റൊരു 2 മൃതദേഹം എന്ന് പറയുന്ന അച്ഛന്റെ സഹോദരനും ഭാര്യയുടെ മൃതദേഹമാണ് അവിടെ നിന്ന് ലഭിച്ചതെന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ ഒരു വീട്ടിലുണ്ടായ പെൺസുഹൃത്തിന്റെ മൃതദേഹം ലഭിച്ചു എന്ന് പറയുന്നു. അവരുടെ പിതാവിന്റെയും മാതാവിന്റെയും മൃതദേഹമാണ്. ഇവിടെയുള്ള ആർക്കും അറിയില്ലല്ലോ ആരാണ് പെൺകുട്ടി, ആരാണെന്ന് ആർക്കും അറിയില്ല. ഈ പാങ്ങോട് നിന്ന് ലഭിച്ച മൃതദേഹം ആരുടെയാണ്? അച്ഛന്റെ, ഈ പയ്യന്റെ കൊലപാതകം നടത്തിയ അച്ഛന്റെ അമ്മയാണ്. 80 വയസ്സ് വരും, 80-85 വയസ്സ് വരും. ഈ വീട്ടിൽ നിന്ന് ആരുടെയൊക്കെ മൃതദേഹങ്ങളാണ്? ഇവിടെ നിന്ന് കൊണ്ടുപോയി 3 പേരെയും കൊണ്ടുപോയി, 4 പേരെയും കൊണ്ടുപോയി. അതിൽ 3 പേര് മരണപ്പെട്ടു. 2 പേര് മരണപ്പെട്ടു, അനുജനും ആ പെൺകുട്ടിയും. പെൺകുട്ടി മരിച്ചു, ഉമ്മ ആശുപത്രിയിൽ ചികിത്സ, സീരിയസ് മെഡിക്കൽ കോളേജിലാണ്. അഫ്സാന്റെ ഉമ്മയുടെയും മൃതദേഹവും അവിടെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അച്ഛന്റെ ചേട്ടൻ ഭാര്യയും, ഒരു കുടുംബത്തിൽ നിന്നുള്ളവരും ഈ പെൺകുട്ടിയും. അഭിലാഷ്, നേരത്തെ ആദ്യ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഈ വീട്ടിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കൂടി ലഭിച്ചിരുന്നു. ആ പെൺകുട്ടിയുടെ പിതാവിന്റെയും മാതാവിന്റെ മൃതദേഹമാണ് ഈ പാങ്ങോട് നിന്ന് ലഭിച്ചതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഈ കൊല്ലപ്പെട്ട അഫ്സാന്റെ പിതാവിന്റെ സഹോദരന്റെയും ഭാര്യയുടെ മൃതദേഹമാണ് അവിടെ നിന്ന് ലഭിച്ചതെന്നാണ്. അതായത് ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ 2 മൃതദേഹങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് അഫ്സാന്റെ സഹോദരനായിട്ടുള്ള ആ ഇളയ അനിയന്റെയും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ മൃതദേഹമാണ് ഈ വീട്ടിൽ നിന്ന് ലഭിച്ചത്. മറ്റൊന്ന് ഈ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അമ്മ ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അങ്ങനെ 3 പേരാണ് ഈ ഒരു വീട്ടിലുണ്ടായിരുന്നത്. അവരെ 3 പേരെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. 2 പേർക്ക് ദാരുണമായി മരണം സംഭവിച്ചതും മറ്റ് 3 പേരുടെ മൃതദേഹങ്ങൾ ഈ പാങ്ങോട് ഇസൽപുരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തു നിന്നാണ് മറ്റ് 3 പേരുടെ മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്നത്. അതൊന്ന് ഈ അഫ്സാന്റെ പിതാവിന്റെ ഉമ്മയും അതുപോലെ തന്നെ അഫ്സാന്റെ വാപ്പയുടെ സഹോദരനും ഭാര്യയും. അത്തരത്തിലുള്ള 3 പേരുടെ മൃതദേഹങ്ങളാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ 5 പേരുടെ കൊലപാതകമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അഫ്സാന്റെ അമ്മ, ഇപ്പോൾ ഷമ്മി എന്ന് പറയുന്ന അഫ്സാന്റെ അമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ് അവർ ഇപ്പോൾ തുടരുന്നുണ്ട്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു തലസ്ഥാന നഗരിയെ തന്നെ നടുക്കിയ ഒരു കൊലപാതകമാണ് ഉണ്ടായിരുന്നത്.